ഗാസയിലെ കുരുന്നുകൾക്ക് കൂടുതൽ കുടിവെള്ളം കിട്ടിയതിൽ ഉള്ളു നിറഞ്ഞ് സന്തോഷിക്കുകയാണ് കൊച്ചിക്കാരി രശ്മി. ഗാസയിലേക്ക് കൂടുതൽ കുടിവെള്ളം എത്തിക്കാനുള്ള പ്രയത്നത്തിലാണ് എന്ന് കൊച്ചി പച്ചാളം സ്വദേശി ശ്രീരശ്മി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. യുദ്ധമുഖത്ത് നിന്ന് രശ്മിക്ക് നന്ദി അറിയിച്ചിരിക്കുകയാണ് ഗാസയിലെ ജനത. ഒരിറ്റ് കുടിനീരിനായി കേണ കുരുന്നുകൾക്ക് കുടിവെള്ളം എത്തിയപ്പോൾ കേട്ട നന്ദി വാക്കുകളിൽ കണ്ണു നിറഞ്ഞിരിക്കുകയാണ് രശ്മി. ഗാസൻ ജനതയുടെ ദുരിത ജീവിതം കണ്ട് മടുത്താണ് തന്നാൽ കഴിയുന്ന സഹായം ചെയ്യാൻ രശ്മി തീരുമാനിച്ചത്. ഗാസയിൽ നിന്നും പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന പല കുടുംബങ്ങളുമായി സംസാരിച്ചു. വെള്ളത്തിനും ഭക്ഷണത്തിനുമായി കുട്ടികളടക്കം ബുദ്ധിമുട്ടുകയാണെന്ന് തിരിച്ചറിഞ്ഞു. ഇതോടെ കുടിവെള്ളം എത്തിക്കാനുള്ള ശ്രമം തുടങ്ങി. ആദ്യം സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ കരുണയുടെ ഉറവ പോലെ കുടിനീരെത്തി. ഈ ഇവിടെ നിന്ന് പോയ കുടുംബങ്ങൾ അവിടെ എത്തിയപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ സംസാരിച്ചപ്പോൾ നിരന്തരമായിട്ട് അവരെന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടാനില്ല, എങ്ങനെയെങ്കിലും കുടിവെള്ളം എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കാമെന്നാണ്. ഞാൻ ഈ ഒരു പ്രവർത്തനം ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. ഗ്ലോബലി ഇന്റർനാഷണലി ഒരുപാട് സാമൂഹിക പ്രവർത്തകർ ഇതുപോലെ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. വെള്ളവും ഭക്ഷണവും ലഭിച്ച കുട്ടികൾ രശ്മിക്കും കേരളത്തിനും നന്ദി അറിയിച്ച് സന്ദേശം പങ്കുവച്ചു. ഇനിയും കൂടുതൽ പേർക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള സഹായം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ശ്രീരശ്മി. ന്യൂസ് മലയാളം, കൊച്ചി.